നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ മുൻപിൽ കൃത്യം 90 ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. അതായത് സെപ്റ്റംബർ മാസത്തെ കലണ്ടർ PSC ഔട്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു കലണ്ടറിൽ അവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ എന്നാണ്, മെയിൻസ് എക്സാമിനേഷൻ എന്നാണ് നടക്കാൻ പോകുന്നത്. അതായത് 576/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് മാത്രമല്ല, അതിന്റെ പേര് അസിസ്റ്റന്റ് ഓഡിറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എന്നാണ്. അത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള PSC, അതേപോലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ദെൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കായി നടക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ഓമന പേരിലുള്ള അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് മക്കളെ 27/9/2025 എന്നാണ്. സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ്. അതൊരു സാറ്റർഡേ ആണ്. അന്ന് 2 പേപ്പറുകളാണ് എക്സാം എന്ന് നമുക്കറിയാം അല്ലെ. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. 27 സെപ്റ്റംബർ മാസം 27-ാം തീയതി രാവിലെ 10 മുതൽ 12 വരെ പേപ്പർ 1ഉം, അതേപോലെ തന്നെ 1:30 മുതൽ 3:30 വരെ, ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:30 വരെയുള്ള സമയത്ത് പേപ്പർ 2 എക്സാമിനേഷനുമാണ് നടക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 27/9/2025 എന്ന് പറയുന്ന സെപ്റ്റംബർ മാസം 27-ാം തീയതി രാവിലെ 10 മുതൽ 12 വരെ നടക്കാൻ പോകുന്നത് പേപ്പർ 1 എക്സാമിനേഷനും, ദെൻ ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:30 വരെയുള്ള സമയത്ത് പേപ്പർ 2 എക്സാമിനേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. ഇനിയും ഇതിന്റെ കൺഫർമേഷൻ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 12/9/2025 കൂടി ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ദെൻ അതേപോലെ പേപ്പർ 1-നും പേപ്പർ 2-നും 100 മാർക്ക് വീതമാകെ 200 മാർക്കിനായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക. എത്രയാണ്? ആകെ 200 മാർക്ക്. പേപ്പർ 1-നും പേപ്പർ 2-നും ആകെ 100 വെച്ച 200 മാർക്കാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഇതേ ദിവസം തന്നെയാണ് നമ്മുടെ ബൈ ട്രാൻസ്ഫർ തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻ നടക്കുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലടാ? അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. 1.5 മണിക്കൂറാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുക. അതായത് ഒരു പേപ്പറിന് 1.5 മണിക്കൂർ വെച്ച് 2 പേപ്പറിന് 3 മണിക്കൂർ. ഉച്ചയ്ക്ക് മുമ്പ് 1.5 മണിക്കൂർ ഫസ്റ്റ് പേപ്പറിനും, ഉച്ചയ്ക്ക് ശേഷം 1.5 മണിക്കൂർ സെക്കൻഡ് പേപ്പറിനുമാണ് ലഭിക്കുക. അപ്പൊ ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മക്കളെ, സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പഠിക്കാൻ, വ്യക്തമായിട്ട് പഠിക്കാൻ ഇനി എത്ര സമയമുണ്ട്? ഇത് ജൂൺ മാസമാണ്. ജൂൺ മാസം ഏതാണ്ട് 25 ആയിട്ടുണ്ട്. ജൂൺ മാസം 25 ആയിട്ടുണ്ട്. ഇനി അടുത്തത് ജൂലൈ മാസമാണ്. ജൂലൈ മാസം 25, ദെൻ ഓഗസ്റ്റ് മാസം എടുത്തോളാം. ഓഗസ്റ്റ് 25, സെപ്റ്റംബർ 25. അതായത് ഇവിടെ 90 ദിവസം പ്ലസ് 2 ദിവസം, 92 ദിവസം. മക്കളെ ഒന്ന് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 90 ദിവസം കൂടിയാണ് നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളത്. അറിയാം, 2 പേപ്പറുകളാണ്. അപ്പൊ ഇതിന്റെ പേപ്പറിന്റെ സിലബസ് നോക്കിയാൽ പേപ്പർ 1 ആണ് എങ്കിൽ 100 മാർക്കാണ് സിലബസിലുള്ളത്. ദെൻ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി. ഇതിൽ ഈ 3 ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല. എക്കണോമിക്സിൽ കുറെ ഘടകങ്ങൾ പുതിയതായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ദെൻ ആർട്സ്, സ്പോർട്സ്, അതേപോലെ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, IT-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ സിമിലർ ആണ്, സെയിം ആണ്. എന്നാൽ പേപ്പർ 2-ലേക്ക് വരുമ്പോഴോ, പേപ്പർ 2-ല് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. ഈ ഗവർണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ബാക്കിയുള്ള ടോപ്പിക്, ഉദാഹരണമായിട്ട് കേരള ഇക്കോണമി ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന്, കേരള മോഡൽ ഡെവലപ്മെന്റിൽ നിന്ന് 30 മാർക്കിനാണ് ചോദ്യങ്ങൾ വരിക. അതേപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, ദെൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് 20 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ ആകെ ഏതാണ്ട് 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്ലസ് പല കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ 28-ാം തീയതി തിരികെയാണ്. അതിനുശേഷം നിങ്ങൾ കട്ടയ്ക്ക് പഠിക്കാണ്ടിരിക്കുക. 1ാം സ്റ്റേജ് കഴിഞ്ഞവർ എന്ത് ചെയ്യുക? ഇനിയുള്ള സമയത്തെ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ മുൻപിൽ സമയം വളരെ 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 കുറവാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ മുൻപിൽ കിട്ടുന്ന ഈ സമയത്തെ, അതായത് 90 ദിവസത്തെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന് 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് 2399 രൂപ വിലയുള്ള ബാച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 999 രൂപയ്ക്ക് ഈ മെയിൻസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ 8281223366 ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ലിമിറ്റഡ് ടൈം ഓഫറാണ്. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മെയിൻസ് ബാച്ച് ആണ്. ഇത്രയും പ്രൈസ് റിഡക്ഷൻ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിൽ 350+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷനുകൾ കാണും. കൃത്യമായിട്ട്
കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ ലൈവായിട്ട് തന്നെ അധ്യാപകർ നിങ്ങൾക്ക് എടുത്തു തരും. ദെൻ UPSC മോഡൽ ക്വസ്റ്റ്യൻസ് കാണും, ദെൻ PDF മെറ്റീരിയൽസ് കാണും, മന്ത്ലി ഡെയിലി ടെസ്റ്റ് സീരീസുകൾ കാണും, ടെസ്റ്റുകൾ കാണും, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പുകൾ കാണും, അതേപോലെ തന്നെ അമൽ സാറിന് നേതൃത്വമുള്ള മോട്ടിവേഷണൽ സെഷനുകൾ കാണും, കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന PDF മെറ്റീരിയൽസ് കാണും. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു ബാച്ചാണ്. 2399 രൂപയുടെ ബാച്ച് നിങ്ങൾക്ക് വെറും 999 രൂപയ്ക്ക് ഇപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റും. വളരെ ലിമിറ്റഡ് ടൈമാണ്. എത്രയും വേഗം നിങ്ങൾ പഠിച്ചു തുടങ്ങാം. 90 ദിവസമേ ഉള്ളൂ. നമുക്ക് ക്രാക്ക് ചെയ്യാം. സെക്രട്ടറി അസിസ്റ്റന്റ്, അങ്ങനെ സെക്രട്ടേറിയറ്റിലോ കേരള PSCയിലോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലോ ഒരു അടിപൊളി പോസ്റ്റിൽ നമുക്ക് ജോലി ചെയ്യാം. താങ്ക് യു സോ മച്ച്.